സിസ്റ്റർ സിസ്റ്റർ അമ്മച്ചി ആ സിസ്റ്റർ ഒന്ന് വിളിക്കാവോ? മോളെ മോളെ ആ പേഷ്യന്റ് താണ്ട വിളിക്കുന്നു. ഇപ്പൊ വരാ സാർ. എടി പ്ലീസ് ഡി, നീ ഒന്ന് ചെല്ലടി. പോടി, ഞാൻ എത്ര തവണ പോയതാ, എന്നെ കൊണ്ടുപോയ. സിസ്റ്റർ സിസ്റ്റർ എക്സ്ക്യൂസ് മീ, ഞാൻ വിളിക്കാം. സിസ്റ്റർ, ഇങ്ങനെയാണോ ഒരു പേഷ്യന്റിനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഈ ജോലി ചെയ്യാൻ കുറച്ച് ക്ഷമയൊക്കെ വേണം. സാർ, അയാള് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? അയാൾ മലയാളമല്ലേ പറയുന്നത്? അതെ സർ, പക്ഷേ അയാൾ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. 10ാം ക്ലാസ്സും ഗുസ്തിയുമായി നഴ്സിംഗിന് പോയാൽ ഇങ്ങനെ ഇരിക്കും. ഐ വിൽ അറ്റൻഡ് ഹിം. ഹായ് ഡോക്ടർ. ഹലോ. യെസ്, ടെൽ മീ. എന്തു പറ്റി? എന്തു പറ്റാൻ? യു ടെൽ മീ. ക്രിക്കറ്റ് കളിച്ചു? ഞാനും കളിക്കുമായിരുന്നു. ഇപ്പൊ ടൈം കിട്ടാറില്ല. മണിയല്ലേ അടിച്ചത്? മണി അടിച്ചെന്നോ? എവിടെ? ബോൾ മുകളിലോട്ട് പോയി, ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. ആ ഓക്കെ. എടാ, ചന്ദ്രയുടെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഒരു രക്ഷയില്ല. ഓ, ഞങ്ങളുടെ MD ഒടുക്കത്ത് തെറിവിളി. അപ്പോ ഓക്കെ. നീ നിധിക്ക് SMS അയച്ചോ? ആ, ട്രിപ്പിൾ വല്ലതും വന്നാ ഒന്ന് പഠിക്കടാ. പറയൂ സാർ. സാർ, ഞങ്ങൾ ഈ ദേ ഇവിടെ ക്യാൻറ്റീൻ അടുത്തുണ്ട്. ഓക്കെ സാർ, ഞങ്ങളോട് വരാം. ഓക്കെ സാർ. ആ, ആരാ? എടാ, നമ്മുടെ മദൻ സാറല്ലേ, HR മാനേജർ, നമ്മുടെ ഡോക്ടർ ഹരിദാസുമായിട്ട് പരിചയപ്പെടുത്തിയേ. പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ബാക്കിലെ പാർക്കിങ്ങില് പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ എന്തിനാ ഇപ്പൊ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എടാ, നീ ATM ന്ന് കാശ് എടുക്കാൻ വേണ്ടി പോയില്ലേ? അപ്പൊ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ഫ്രണ്ടിനെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു. ആ നേരത്ത് ഞാൻ എവിടെയായിരുന്നു? ഓ, ഇപ്പൊ അതാണല്ലോ അത്യാവശ്യം. എന്താ അപ്പച്ച, ആരെ അറിയിക്കണ്ടെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്? എടാ, ആ സമയത്ത് ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മദൻ സാറിന്റെ ഒക്കെ ചന്ദ്രനൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. മദർ പ്രോമിസ്. എന്തോ നാടേത്? ബോധമൊന്നുമില്ല നിനക്കൊന്നും. എടാ, നാളെ കല്യാണം കഴിക്കാൻ പോണോ ചെറുക്കൻ? അവനെ കൊണ്ടാ നീയൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരിക്കണേ? അത് സാറേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ചില്ലല്ലോ. എന്തോന്ന് വിചാരിച്ചില്ലെന്ന്? എത്ര വയസ്സാണ് നിനക്കൊക്കെ? ഇപ്പോഴും കൊച്ചു പിള്ളേരെന്നാണ് വിചാരം. എടാ, നിന്റെയൊക്കെ പ്രായത്തിലുണ്ടല്ല എനിക്ക് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി. അവിടെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ശരിയാവെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. എന്താ പറഞ്ഞേ? അത് തലയടിച്ച് താഴെ വീണത് കൊണ്ടുണ്ടായ ടെമ്പററി മെമ്മറി ലോസ് എന്ന് പറഞ്ഞു. പിന്നെ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും എല്ലാം ശരിയാവുമെന്നും പറഞ്ഞു. ഓ, മെഡു മുതല അല്ല, മടല, മൃദുല, അതിൻ്റെ പഴയ ചരക്കിൻ്റെ പേര് മഡോണ, മെഡുലോപ്പളം കേട്ടാ. അവിടെയാണ് അടിയുണ്ട്, അവിടെ ആയിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട്. ഐ ആം ഡാം ഷുവർ. എൻ്റെ ഒരു പഴയ ഫ്രണ്ടായിരുന്നു, പേര് പ്രകാശ്. നല്ല മനുഷ്യൻ. അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ സെക്കൻഡ് ഷോയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ ഇരുട്ടത്തൊരു പട്ടി പെട്ടെന്ന് കുറുക്കച്ചാടി ടപ്പയെന്നൊരു വീഴ്ച, തല വന്ന് റോഡിലൊരു അടി. ഇവിടെ ഈ സ്ഥലത്താണ്. പേരൊന്നും ആ കട്ട തന്നെ. അവിടെ അടിയണതിന് ശേഷം ഇവന് ഓർമ്മയില്ല, ഒരു മെമ്മറി. നല്ലൊരു പെണ്ണുപിള്ള. എന്നിട്ട് ഓർമ്മ തിരിച്ചു കിട്ടിയ സാർ? എപ്പോഴാ സംഭവിച്ചത്? അത് ഏതാണ്ടൊരു 10-15 വർഷം. 15 വർഷം? പിന്നെ 14 വയസ്സുള്ളവന്റെ ഇളയം എനിക്കറിഞ്ഞൂടെ? ഇതുവരെ ശരിയല്ലേ? എടാ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് കളിയല്ല. എന്തും എപ്പോഴും എങ്ങനെയാ സംഭവിക്കും. സോ ബി കെയർഫുൾ. നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണെങ്കിലും എന്നെ വിളിച്ചാൽ ഓക്കെ. കുറച്ച് നാളായി പ്രകാശിന്റെ വീട്ടിലൊന്ന് പോയിട്ട്. എന്തിനാ അങ്ങേര് ഇങ്ങോട്ട് വന്നേ? നമ്മളെ പേടിപ്പിക്കാനോ? നല്ല ഒന്നും അയാളുടെ വായിൽ വരില്ലേ? അങ്ങേരും അങ്ങേരുടെ എടാ, അയാൾ വെള്ളം അടിച്ചിട്ട് ഓരോന്നും പറഞ്ഞതാ. നീ സീരിയസ് ആയിട്ട് എടുക്കാതെ. അല്ലടാ, മദൻ സാർ പറഞ്ഞത് ശരിയാ. അയാൾക്ക്
ആ പ്രകാശിന് ഇതുവരെ ഓർമ്മ വന്നിട്ടില്ല. നമ്മളിനി എന്താ ചെയ്യാ? അവന്റെ അമ്മയോട്, നിധിയോട് ഞാൻ എന്താടാ പറയാ? പാവമാണ് അവൻ. എല്ലാം ശരിയാവൂടാ. ശരിയാവില്ലേ അപ്പച്ച? നമ്മൾ എന്ത് തെറ്റാ ചെയ്ത്? ക്രിക്കറ്റ് അല്ലേ കളിച്ചോളൂ. അളിയ, അവന് ഒരു കുഴപ്പമില്ലടാ. ഡോക്ടർ പറഞ്ഞില്ലേ, നാളെ രാവിലെ ആകുമ്പം എല്ലാം ശരിയാവും. നീ ധൈര്യമായിട്ടിരിക്കെ. അവന്റെ കല്യാണം ഉറപ്പായിട്ട് നടക്കും. നമ്മുടെ ചന്ദ്രുവിന് ഒന്നും സംഭവിക്കില്ല. നമ്മളെന്താ ഹോസ്പിറ്റലില്? ആരെ കാണാനാ? നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് അവൻ സംസാരിച്ചോണ്ടിരിക്കും. അവൻ നല്ലപോലെ ഒന്ന് ഉറങ്ങട്ടെ. അവനിപ്പോ റെസ്റ്റാണ് ആവശ്യം. എന്നാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അവിടെ ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. കല്യാണ ജോലികളെല്ലാം പെൻഡിങ് അല്ലേ. പക്ഷെ ഒരു കാര്യം, നാളെ രാവിലെ നേരത്തെ എത്തണം. അവൻ വല്ലതും ചോദിച്ചാ എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. പിന്നെ അവൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ അപ്പൊ തന്നെ ഞങ്ങളെ അറിയിക്കണം. ആ ശരി. രാവിലെ തന്നെ വരണേ. നീയല്ലേ അടിച്ചത്? എടാ, നീ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ. ലൈറ്റ് ഓഫ് ആയി. ബാ കിടക്കാം. ഇവിടെ അടികൊണ്ട ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. എടാ, ഇനി മിസ് ആവില്ല. ബാ, അതൊന്നും കുഴപ്പമില്ല. ഒന്ന് കിടക്കടേ. ഇത് തരൂ മാമ, പ്ലീസ്. താങ്ക്സ്. മുള്ളോട്ട് പോയി കാറ്റെടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. എവിടെന്നാണ് മിസ്സായില്ലേ? എന്താടാ? നീയല്ലേ അടിച്ചത്? എടാ, ഞാൻ തന്നെ അടിച്ച. ഞാൻ ഇനി അടിക്കില്ലടേ. ഒന്ന് പോയി കടാ. ദൈവത്തെ ഓർത്ത് ഒന്ന് ഉറങ്ങണേ. കാറ്റെടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി. മണി, മണി, നീ എങ്ങോട്ടാ പോകുന്നത്? മണിയായി. ഈ അപ്പച്ചന് സീത എവിടെ പോയി കിടക്കുന്നു എന്തോ? അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വിളിച്ച ഇയാളെ കിട്ടില്ല.